നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. മോഹൻലാൽ മൂകാംബിക ക്ഷേത്രം സന്ദർശിച്ചതിന്റെ വാർത്തയും ചിത്രങ്ങളും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. സുഹൃത്തും തിരക്കഥാകൃത്തുമായ രാമാനന്ദിനൊപ്പമായിരുന്നു ലാലേട്ടന്റെ മൂകാംബിക ദർശനം. കാമാഗ്യ, തിരുവണ്ണാമലൈ, കാശി തുടങ്ങിയിടങ്ങളിലെല്ലാം ലാലേട്ടനൊപ്പം രാമാനന്ദും ഉണ്ടായിരുന്നു. മോഹൻലാലിനോടൊപ്പം കുടജാത്രയിലേക്ക് സാഹസിക യാത്ര നടത്തിയതിന്റെ അനുഭവം പങ്കുവച്ച് രാമാനന്ദ് എഴുതിയ കുറിപ്പാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. ലാലേട്ടനൊപ്പം യാത്ര ചെയ്തതിന്റെ അനുഭവങ്ങൾ പങ്കുവച്ച് രാമാനന്ദ് എഴുതിയ കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. വർഷങ്ങൾക്ക് ശേഷം ഗുഡജാദ്രിയിൽ ഒരു രാത്രി. 38 വർഷങ്ങൾക്ക് മുമ്പ് ചന്തുക്കുട്ടിസ്വാമിയുടെ കൈപിടിച്ച് ലാലേട്ടൻ ഗുഡജാദ്രി കയറിയിട്ടുണ്ട്. ചിത്രമൂലയിൽ പോയിട്ടുണ്ട്. രാത്രി മലമുകളിൽ അന്തിയുറങ്ങിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചന്തുക്കുട്ടിസ്വാമിയും ഒന്നിച്ചുള്ള യാത്രാനുഭവം ലാലേട്ടൻ എഴുതിയത് ഞാൻ വായിക്കുന്നത്. എന്റെ ജീവിതത്തിൽ അവിസ്മരണീയമായ ഒരു മുദ്ര പതിപ്പിച്ച യാത്രാവിവരണമായിരുന്നു അത്. പിന്നീട് പലതവണ ഞാൻ ഗുഡജാദ്രി താഴ്വരയിൽ നിന്ന് തന്നെ നടന്നു കയറിയിട്ടുണ്ട്. ഗുഡജാദ്രിയുടെ കനിവായിരുന്ന തങ്കപ്പൻ ചേട്ടന്റെ കടയിൽ നിന്ന് പുട്ടും കടലയും കഴിച്ചിട്ടുണ്ട്. ഓരോ യാത്രയിലും ചന്തുക്കുട്ടിസ്വാമി ലാലേട്ടനെ കൊണ്ടുപോയ ആ അനുഭവം ഞാൻ ഓർക്കും. ഇത്തവണ വളരെ ആകസ്മികമായി ആ അനുഭവം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടായി. പരയുടെ കൃപ എന്നല്ലാതെ ഒന്നും വിശേഷിപ്പിക്കാനില്ലാത്ത ഒരനുഭവം. ഞങ്ങൾ ഒന്നിച്ച് 16-ാം തീയതി ഉച്ചയ്ക്ക് കൊല്ലൂരിലെത്തി. ഗുരുസ്ഥാനീയരും കൊല്ലൂരിലെ സുഹൃത്തുക്കളും മസ്തികെട്ടിൽ ഞങ്ങളെ കാത്തിരിപ്പുണ്ടായിരുന്നു. കാടിന്റെ പൊരുളും അരുളും വിസ്മയവും വനാംബികയായി അമ്മ ഇരുന്നരുളുന്ന വനസ്ഥലി. അവിടെ ഇറങ്ങി ഞങ്ങൾ പ്രാർത്ഥനാപൂർവ്വം അംബാവനത്തിന്റെ കാവൽക്കാരിക്ക് മുന്നിൽ കൈകൂപ്പി മുന്നോട്ട്. ഗരുഡൻ അഥവാ സുബർണൻ തപസ്സിരുന്ന ഗരുഡ ഗുഹ കണ്ടു. അവിടെ നിന്ന് നേരെ അമ്മ ഗസ്റ്റ് ഹൗസിലേക്ക്. ഭക്ഷണം കഴിച്ചു അല്പസമയം വിശ്രമിച്ചു. ഗുഡജാദ്രി കയറുവാനുള്ള ജീപ്പ് തയ്യാറായി. ഒരു കൈ സഞ്ചിയിൽ കൊള്ളാവുന്ന സാധനങ്ങൾ എടുത്ത് ഗുഡജാദ്രിയിലേക്ക്. ജീപ്പ് വന്ന് നിർത്തിയപ്പോൾ ലാലേട്ടൻ മുന്നിൽ കയറൂ എന്നെല്ലാവരും പറഞ്ഞു, ഞാനൊഴികെ. കാരണം ഇത്തരം യാത്രകളിൽ അദ്ദേഹം പുലർത്തിപ്പോരുന്ന അസാമാന്യമായ എളിമയുടെ അനുഭവങ്ങൾ പലതവണ എനിക്കുണ്ടായിട്ടുണ്ട്. വീണ്ടും നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു, അപ്പുവിന്റെ അച്ഛനാണ് ഞാനെന്ന്. ഫ്ലാഷ് ബാക്ക്. ഭക്ഷണം കഴിക്കുമ്പോൾ പ്രണവ് നടത്തുന്ന സാഹസിക യാത്രകളെക്കുറിച്ചും മറ്റും വിസ്മയത്തോടെ കൂടിയിരിക്കുന്ന പലരും സംസാരിച്ചതിന്റെ ബാക്കിയായിരുന്നു ഈ ഉത്തരം. അതിലുണ്ടായിരുന്നു എല്ലാം. ജീപ്പിൽ കയറി കുലുങ്ങി അംബികയുടെ മൂലസ്ഥാനത്തിലേക്ക്. മലയാളികളും അല്ലാത്തവരും ലാലേട്ടനെ തിരിച്ചറിഞ്ഞ് ഫോട്ടോ എടുക്കുവാനുള്ള ബഹളം. ആൾക്കൂട്ടത്തിൽ തനിച്ചെന്ന പോലെ ഹൃദയം അമ്മയിലർപ്പിച്ച് നമ്രമായി അവർക്കിടയിലൂടെ ലാലേട്ടനും. ഞങ്ങൾ മുകളിലേക്ക് കയറി തുടങ്ങി. എല്ലാവരും പോകുന്ന പാത വിട്ടു. അദ്രിയുടെ കൊടുമുടിയിലേക്ക് ഇന്നാരും പോകാത്ത പരമ്പരാഗത പാതയിലേക്ക് ഞങ്ങൾ വഴിതിരിഞ്ഞു. കൊടും കാട്. ഞാനിതിലെ പോയിട്ടുണ്ട്. ചന്തുക്കുട്ടിസ്വാമി ഇതിലെയാണ് കൊണ്ടുപോയതെന്ന് ലാലേട്ടൻ. ഞങ്ങൾ അഗസ്ത്യ തീർത്ഥം ലക്ഷ്യമാക്കി നടന്നു. ദൂരെയെങ്ങോ നീരൊഴുക്കിന്റെ ശബ്ദം കേൾക്കാം. കാട്ടിൽ പലവട്ടം വഴിതെറ്റി. നേരം ഇരുണ്ടു തുടങ്ങി. ഇനി വഴി കാണൽ ശ്രമകരമാണ്. ആരും പോകാത്ത വഴിയായതിനാൽ മുന്നിൽ സഞ്ചരിച്ച സുഹൃത്തുക്കൾ വഴിവെട്ടി അത് പിന്തുടർന്നാണ് ഞങ്ങൾ സഞ്ചരിച്ചത്. ചിലയിടങ്ങളിൽ വള്ളിയിൽ തൂങ്ങിയും മറ്റും ഇറങ്ങേണ്ടതായി വന്നു. ആയാസകരവും അനിശ്ചിതത്വവും നിറഞ്ഞതുമായ നിമിഷങ്ങൾ. ഇടയ്ക്ക് വെച്ച് ഞാൻ ചോദിച്ചു, ഇന്ന് ഈ കാട്ടിൽ പെട്ടുപോയാൽ നമ്മൾ എന്തു ചെയ്യും? ഞാനൊരിക്കൽ ഇതേ കാട്ടിൽ ഇതേ വഴിയിൽ ഇതുപോലെ തെറ്റി ഒരു രാ പാർത്തിട്ടുണ്ട്. ലാലേട്ടൻ പറഞ്ഞു, വരുന്നതുപോലെ വരട്ടെ, നമുക്ക് ഇവിടെ കിടക്കാം. കൊടുങ്കാട്ടിൽ വഴി തെറ്റിയതിന്റെ പരിഭ്രമമോ ആശങ്കയോ ഒന്നും ആ യാത്രയിൽ അദ്ദേഹം പ്രകടിപ്പിച്ചില്ല. ഇങ്ങനെ തുടരുന്നു കുറിപ്പ്. ഗുഡജാദ്രി യാത്രയുടെ എല്ലാ അനുഭവങ്ങളും അതുപോലെ വർണ്ണിച്ച യാത്രാവിവരണം വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത്.